കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഇഗ്നോ ഫോക്കസ് 6.0 ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. നമുക്ക് അറിയാം, കഴിഞ്ഞ കുറെ സൈക്കിൾസ് ആയിട്ട് ലേൺവൈസിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് കണ്ടക്ട് ചെയ്ത് തരാറുണ്ട്. അതിന്റെ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിനോടൊപ്പം തന്നെ ലേൺവൈസിലെ ലേണേഴ്സിന് ഈ സെയിം ഡോക്യുമെന്റ് അവരുടെ ലേൺവൈസ് ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആക്കാറുണ്ട്. സോ ഇന്ന് നമുക്ക് MCU 024 MCOM പ്രോഗ്രാമിന്റെ പേപ്പർ ആയിട്ടുള്ള ബിസിനസ് എത്തിക്സ് ആൻഡ് CSR എന്ന് പറയുന്ന പ്രോഗ്രാം കോഴ്സിനെ കുറിച്ചിട്ട് അതിൽ വരാവുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കഴിഞ്ഞു പോയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് രാഖി എന്നാണ്. ഞാൻ ലേൺവൈസിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെന്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. സോ MCO 024 ബിസിനസ് എത്തിക്സ് ആൻഡ് CSR PYQA അൾട്ടിമേറ്റ് അനാലിസിസ് ഈ പ്രിപ്പറേഷൻ, നമ്മുടെ ഗവൺമെന്റ് എക്സാമിനേഷൻ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ടാണ് ലേൺവൈസ് അഡ്വാൻസ്ഡ് ലേണിംഗ് എക്കോസിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് MCO 024 ബിസിനസ് എത്തിക്സ് ആൻഡ് CSRന്റെ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോ ഇത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രോ പാർട്ട് പോലെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ PYQ അനാലിസിസിൽ നമ്മളൊരു 7 ടേം ആൻഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് അതിന്റെ ബേസിലാണ് നമ്മൾ ഈ PYQ അനാലിസിസ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഡിസംബർ 2022 മുതൽ ഡിസംബർ 2025 വരെയാണുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയൽസ്, അതുപോലെ തന്നെ 2025-26 അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ PYQA അനാലിസിസ്. ഇതൊക്കെ ഈ റിസോഴ്സുകളൊക്കെ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 7 സൈക്കിൾസിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതിനോടൊപ്പം തന്നെ SLM പ്ലസ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ, കഴിഞ്ഞ സൈക്കിളിലുള്ള അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോ നമുക്കിത് എങ്ങനെയാണ് ഈ ഡോക്യുമെന്റ് അനാലിസിസ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഇതിലെ പാർട്ട് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് റെസ്ക്യൂ ഫോർ സ്റ്റുഡൻസ് വിത്ത് എ വെരി ലിമിറ്റഡ് പ്രിപ്പറേഷൻ ടൈം. വളരെ കുറച്ച് സമയമുള്ള ലേണേഴ്സേ ഉള്ളൂ, കാരണം ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരിക്കാം. സോ അത് നോർമലി ഡിസ്റ്റൻസ് ചൂസ് ചെയ്യുന്ന ലേണേഴ്സ് എല്ലാം അങ്ങനെ ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്ന് കൊണ്ട് പഠിക്കുന്നവരാണ്. അപ്പോ അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ അവർ ചെയ്യേണ്ടത് ഗോ സ്ട്രേറ്റ് ടു സെക്ഷൻ 5. സെക്ഷൻ 5ലേക്ക് പോകും. അവിടെ നമ്മളൊക്കെ ഒരു ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഫോക്കസ് ഓൺലി ഓൺ ക്വസ്റ്റ്യൻസ് മാർക്ക്ഡ് വിത്ത് ഫയർ സിമ്പിൾ. അവിടെ നമ്മുടെ ഫയർ സിമ്പിള് കൊടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളുണ്ട്. അത് ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യുക, പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് മിനിറ്റില് വളരെ കുറച്ച് സമയമുള്ളവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസുകൾ കവർ ചെയ്ത് പോകാൻ പറ്റും. ഇനി പാർട്ട് 2 ഫോക്കസ്ഡ് പ്രിപ്പറേഷൻ ഫോർ സ്റ്റുഡൻസ് ഹു ഹാവ് read parts of SLM but need full specific focus, exam specific focus. അതായത് ഓൾറെഡി SLMന്റെ കുറച്ച് പാർട്സുകളൊക്കെ വായിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു എക്സാം സ്പെസിഫിക് ഫോക്കസ് വേണം. അപ്പൊ അവർക്ക് സെക്ഷൻ 4ലോട്ട് പോയാൽ മതി. അവിടെ ഹൈ എൻഡ് സിലബസ് മാപ്പ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അവിടെ യൂണിറ്റ് ബേസ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, 3 stars കൊടുത്തിട്ടുള്ള കുറച്ച് യൂണിറ്റ്സുകളുണ്ട്. അപ്പൊ അവിടെ ആ ഏരിയാസോട് നോക്കി കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് ഏരിയാസോട് സെഷൻസ് എക്സാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും.
ഇനി പാത്ത് 3 കോംപ്രിഹെൻസീവ് മാസ്റ്ററി ഫോർ സ്റ്റുഡൻസ് എയിമിംഗ് ടു സ്കോർ എബോവ് 70 മാർക്സ്. 70% അല്ലെങ്കിൽ 70 കൂടുതൽ മാർക്ക് വാങ്ങാനായിട്ട് താല്പര്യമുള്ളതാണ് ഈ ഒരു സബ്ജക്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടത് റീഡ് ദ എൻറ്റയർ SLM സിസ്റ്റമാറ്റിക്. SLM വളരെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. ബ്ലോക്ക് ബൈ ബ്ലോക്ക് ആയിട്ട് അവർ വായിക്കാനായിട്ട് ശ്രദ്ധിക്കാം. എക്സാം പാറ്റേൺ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ നമുക്ക് നോക്കാം. എങ്ങനെയാണ് MCO 024ന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 3 മണിക്കൂറുള്ള ചോദ്യം, 3 മണിക്കൂറാണ് എക്സാമിന് സമയം വരുന്നത്. യൂഷ്വലി 8 ക്വസ്റ്റ്യൻസ് ആണ് ആ പേപ്പറിൽ ഉണ്ടാവാറുള്ളത്. 20 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന് വരുന്ന മാർക്ക്. The paper consistently carries 8 questions of 20 marks each. 20 മാർക്കുള്ള 8 ക്വസ്റ്റ്യൻസോടാണ് ഉള്ളത്. അതിൽ നിന്നൊരു ലേണർ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി. Question 8 is always short not question asking for any 2 out of 4 subjects. അതായത് അവസാനം വരുന്ന 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസുകളായിരിക്കും. അവിടെ നിങ്ങൾക്ക് 4 ടോപ്പിക്സുകൾ തന്നിട്ടുണ്ടാവും. അതിലേതെങ്കിലും 2 നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ 10 മാർക്സ് ഈച്ച് ആണ് വരുന്നത്. All questions are descriptive. There are no numerical or case study. Only questions. Through some questions include phrase giving appropriate examples with the help of case study. അപ്പൊ ഇവിടെ എല്ലാ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ന്യൂമറിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളോ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസുകളോ ഇല്ല. ഇനി ചിലപ്പോൾ നിങ്ങളുടെ എക്സാമ്പിൾസ് കോട്ട് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കേസ് സ്റ്റഡി തന്നിട്ട് ആ ഒരു കേസ് സ്റ്റഡിയുടെ ഒരു കേസ് അല്ലെങ്കിൽ വിത്ത് ഹെൽപ്പ് ഓഫ് കേസ് സ്റ്റഡി, ഒരു കേസ് സ്റ്റഡിയുടെ ബേസിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറയാം. അങ്ങനെയൊക്കെ ഉണ്ടാവും. രണ്ട് കേസ് സ്റ്റഡി തന്നിട്ട് അതിൽ നിന്ന് ആൻസർ ചെയ്യുന്ന നോർമൽ രീതികളില്ല. ഇനി എക്സാം പേപ്പർ ബ്ലൂ പ്രിന്റ്. ഇപ്പോ നിങ്ങൾക്ക് ബ്ലോക്ക് 1ൽ നിന്നാണ് ഏകദേശം 35% ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ 25% ക്വസ്റ്റ്യൻസോള് നിങ്ങൾക്ക് വരുന്ന ബ്ലോക്ക് 3ൽ നിന്നും ബ്ലോക്ക് 2ൽ നിന്നാണ്. കമ്പാരിറ്റീവ്ലി ഇത് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻ കുറവുള്ളത് ബ്ലോക്ക് 4 ആണ്. 15% ആണ് അതിൽ നിന്ന് ചോദിക്കുന്നത്. ഇനി ഹൈ yield സിലബസ് മാപ്പ് ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 3 സ്റ്റാർ വരുന്നത് ഹൈ yield, 2 സ്റ്റാർ വരുന്ന യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം yield ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ. ലോ yield എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴേ വരുള്ളൂ, അപ്പിയർ ഒക്കേഷണലി. അത് ലോ yield 1 സ്റ്റാർ. അപ്പോ ഈ 3 സ്റ്റാറുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ അതിന് നമ്മൾ അങ്ങനെ ഇയേഴ്സോട് നോക്കാൻ നമ്മുടെ ടൈമിന്റെ 50% ഡിവോട്ട് ചെയ്യാം. ദെൻ 2 സ്റ്റാറുള്ള ഏരിയ ആണെങ്കിൽ അവിടെ നമ്മളൊരു 30% ഡിവോട്ട് ചെയ്യുക. ദെൻ 1 സ്റ്റാറുള്ള ഏരിയയിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുക, ഒരു 20% ഡിവോട്ട് ചെയ്യുക. അപ്പോ നമുക്ക് നോക്കാം. ബ്ലോക്ക് 1ല് വരുമ്പോൾ ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3 എന്നിവ 3 സ്റ്റാർ വരുന്ന ഏരിയാസുകളാണ്. അതില് യൂണിറ്റിന്റെ ടൈറ്റിലോട് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ബ്ലോക്ക് 1ലെ തന്നെ യൂണിറ്റ് 4 അതെന്ന് പറയുന്നത് 2 സ്റ്റാറുള്ള ഏരിയ ആണ്. ബ്ലോക്ക് 2ലെ യൂണിറ്റ് 5 3 സ്റ്റാർ, യൂണിറ്റ് 6 3 സ്റ്റാർ, യൂണിറ്റ് 7ഉം 3 സ്റ്റാർ ആണ് ബ്ലോക്ക് 2ല്. ഈ ബ്ലോക്ക് 2ല് യൂണിറ്റ് ടെസ്റ്റ് 8 എന്ന് പറയുന്നത് വളരെ ലോ yield ആയിട്ടുള്ള ഏരിയ ആണ്. അവിടെ 1 സ്റ്റാറേ ഉള്ളൂ. ബ്ലോക്ക് 3ലെ യൂണിറ്റ് 9 എന്ന് പറയുന്നത് 3 സ്റ്റാർ ആണ്. ബ്ലോക്ക് 3ലെ യൂണിറ്റ് 10 എന്ന് പറയുന്നതും 3 സ്റ്റാർ ആണ്. ഈ ബ്ലോക്ക് 3ലെ യൂണിറ്റ് 11, യൂണിറ്റ് 12 3 സ്റ്റാർ, അതായത് ഹൈ yield ആണ്. ബ്ലോക്ക് 4ലെ യൂണിറ്റ് 13 ആൻഡ് 14 അത് മിഡിൽ അല്ലെങ്കിൽ ഒരു ആവറേജ് വരുന്നതാണ്. അവിടെ 2 സ്റ്റാർസ് ആണ് അതിലുള്ളത്. ഇനി യൂണിറ്റ് വൈസ് ഫ്രീക്വൻസി ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഇതിന്റെ ബേസിൽ ഒരു ഗ്രാഫിക്കൽ ഫോർമാറ്റിൽ കൊടുത്തിരിക്കുന്നേന്നുള്ളൂ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള ഡാറ്റ. പിന്നെ നോക്കി കഴിഞ്ഞാലായിട്ട് സാധിക്കും നമുക്കിവിടെ യൂണിറ്റ് 2, യൂണിറ്റ് 3 അവിടെയൊക്കെ ഈ പറഞ്ഞിട്ടുള്ള SLM ബേസിൽ കൊടുത്തിരിക്കുന്നതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ യൂണിറ്റ് 2, യൂണിറ്റ് 3 എന്നൊക്കെ നമുക്ക് ഏകദേശം 7 തവണ ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ട്. യൂണിറ്റ് 7, യൂണിറ്റ് 9 7 തവണയോളം ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ട്. പിന്നെ 6 തവണയോളം ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടാണ് യൂണിറ്റ് 1, യൂണിറ്റ് 5, യൂണിറ്റ് 12. നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു ഗ്രാഫിക്കൽ ഫോർമാറ്റിൽ കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇനി യൂണിറ്റ് ഫ്രീക്വൻസി ഓവർവ്യൂ. അതിൽ ഓരോ
ടോപ്പ് 5 മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്കുകളാണ് പറയുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് CSR റിലേഷൻഷിപ്പ്, അത് ഒരു 6 തവണ അതിന്റെ ഒരു ഫ്രീക്വൻസി വന്നിട്ടുണ്ട്. എത്തിക്കൽ ഡയലാമാസ് ആൻഡ് നാവിഗേഷൻ വീൽ, അതിന് സെക്കൻഡ് പൊസിഷൻ. ആൻഡ് ഫിഫ്ത്ത് മോസ്റ്റ് 5 തവണയാണ് വന്നിരിക്കുന്നത്. എത്തിക്കൽ തിയറീസ്, അത് അതിൽ ബാക്കില് ടെലിയോളജിക്കൽ, ഡിയന്റോളജിക്കൽ, കണ്ടംപററി, അതും 5 തവണയോളാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. പിന്നീട് SDG ആൻഡ് CSR, അത് 4 തവണയോളം വന്നിട്ടുണ്ട്. CSR ഇനീഷ്യേറ്റീവ്സ് ഓഫ് ഇന്ത്യൻ കമ്പനീസ് 4 തവണയോളം വന്നിട്ടുണ്ട്. ഇനി ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് എന്താ നമുക്ക് നോക്കാം. വളരെ കുറച്ച് സമയമുള്ളവർക്ക് പെട്ടെന്ന് പോർഷൻസുകൾ കവർ ചെയ്യണം, അല്ലെങ്കിൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രം ഫോക്കസ് ചെയ്ത് പോകാനുള്ളവർക്കാണ്. അവർക്ക് വരുന്ന ബിസിനസ് എത്തിക്സ് ആൻഡ് ഓവർവ്യൂല് നോക്കാം. ഡിസ്കസ് ബിസിനസ് എത്തിക്സ് ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ. ഹൗ ഡസ് ബിസിനസ് എത്തിക്സ് എഡ്യൂക്കേഷൻ ഫൈൻഡ് പ്ലേസ് ഇൻ മാനേജ്മെന്റ്? അത് കണ്ടോ, ഒരു ഫയർ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈസ് ബിസിനസ് എത്തിക്സ് ഓക്സിമോറോൺ? കമന്റ്. Also explain the difference between business ethics and law. What is the purpose of a corporation? Is it merely to earn profits or does it have any social responsibilities? Elaborate. ഇത്രയാണ് 3 ക്വസ്റ്റ്യൻസോട് കൊടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫയർ സിമ്പിളോട് കൂടി കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇനി വേറെ 3 ക്വസ്റ്റ്യൻസോട് നമുക്ക് നോക്കാം. Describe important ideas of teleological moral system and deontological ethical system. ഫയർ സിമ്പിൾ ആണ് വന്നിരിക്കുന്നത്. Discuss contemporary approaches to business ethics and what are their limitations. ഫയർ സിമ്പിൾ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്. ഈ ഫയർ സിമ്പിളിലെ ക്വസ്റ്റ്യൻസോട് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാം. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ മാക്സിമം ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. Discuss salient features of Kant theories about ethics. Why was it criticized? എത്തിക്കൽ ഡയലാമാസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഡിസ്കസ് ദ എത്തിക്കൽ നാവിഗേഷൻ വീൽ ആൻഡ് ഇറ്റ്സ് കോമ്പോണന്റ്സ് ഇൻ ഓവർകമ്മിങ് എത്തിക്കൽ ഡയലാമാസ് വിത്ത് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ. ഫയർ സിമ്പിൾ ആണ്. Why is ethical decision making a challenging act? Discuss Thomas John's 4-stage ethical decision making process. പിന്നെ what is meant by ethical dilemmas? Discuss from the point of view of stakeholders management and social accounting. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി CSR ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, അതിൽ നിന്ന് വന്നിട്ടുള്ള 3 ചോദ്യങ്ങളാണ്. അതിൽ 3 ഫയർ സിമ്പിൾ ആണ്. എക്സ്പ്ലെയിൻ ഡിഫറെന്റ് മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ. ഡിസ്കസ് ബ്രീഫ്ലി ഡിഫറെന്റ് ഫേസസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ ഇന്ത്യ. ഡിസ്കസ് ദ CSR ഇനീഷ്യേറ്റീവ്സ് ഓഫ് പ്രോമിനന്റ് ഇന്ത്യൻ കമ്പനീസ്. ഇനി എത്തിക്സ് ഇൻ ബിസിനസ്, ആ ഏരിയയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. How do individual factors affect business ethics? Discuss some prominent context in the concepts in the context of with example. Second question, describe the organizational wrongdoing with the help of suitable examples. ഇനി CSR and overview, അവിടെ നിന്ന് 2 ക്വസ്റ്റ്യൻ ആയാലും ഒരു ക്വസ്റ്റ്യൻ ഫയർ സിമ്പിളോട് കൂടി വന്നിരിക്കുന്നതാണ്. ഡിസ്കസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ്. Wise business. Support your answer with help of an appropriate case study. നേരത്തെ നമ്മൾ പറഞ്ഞ കേസ് സ്റ്റഡിയുടെ ബേസ്ഡ് ആൻസർ ചെയ്യാനായിട്ട്. ഈ CSR ഇൻ ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് വരുന്നതാണ്. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് മാൻഡേറ്റഡ് ബൈ UN General Assembly. How they have been implemented in India. Describe the importance of corporate responsibility in international business. ഇനി CSR ആൻഡ് ലെജിസ്ലേഷൻ ആൻഡ് പോളിസി ഗൈഡ്ലൈൻസിൽ വരുന്നതാണ്. ഡിസ്ക്രൈബ് ബ്രീഫ്ലി കമ്പനീസ് ആക്ട് 2013 ഇൻ കണക്ഷൻ വിത്ത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഹൗ ഹാസ് ഇറ്റ് ബീൻ അമെൻഡഡ്? Describe the constitution of CSR committee by a company under section 135(1). What are the duties and responsibilities?
ഈ CSR ആൻഡ് പബ്ലിക് സെക്ടർ യൂണിറ്റിലെ 2 ക്വസ്റ്റ്യൻസുകൾ ഫയർ സിംബലൊന്നുമില്ല, എന്നാൽ ആ ക്വസ്റ്റ്യൻസുകളും കൂടി നോക്കുക. ഡിസ്കസ് ദ ഗൈഡ് ലൈൻ ഓൺ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫോർ പബ്ലിക് ആൻഡ് സെക്ടർ എന്റർപ്രൈസസ്. Explain different aspects of corporate social responsibility towards employees. Yes, sir. In CSR reporting process and auditing, I'll explain the need and scope of CSR audit. Discuss the audit procedure in brief. Describe the different points of the format of the annual report on CSR activities as per the Companies Act. The predictive practice test sets നമുക്ക് നോക്കാം. 2 full mock papers ആണ് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. Questions only. Full worked answers are available inside LearnWise. അതായത് LearnWiseലെ ലേണേഴ്സ് ഇതിന്റെ ആൻസറോട് കൂടിയിട്ടുള്ള ഗൈഡ് ബുക്ക് അല്ലെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിരിക്കും. അല്ലാത്ത ലേണേഴ്സിന്, അതായത് LearnWiseൽ ലേണേഴ്സ് അല്ല, അവർക്ക് 2 സെറ്റ് മോക്ക് പേപ്പേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ഉത്തരങ്ങൾ കണ്ടെത്തി പിടിച്ചിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. LearnWiseലെ ലേണേഴ്സിനാണെങ്കിൽ അതിന്റെ ആൻസർ ഗൈഡ് ബുക്ക് കൂടി അവൈലബിൾ ആയിരിക്കും. അപ്പോ ഇത് പ്രാക്ടീസ് സെറ്റ്. കഴിഞ്ഞ സൈക്കിൾസിലൊക്കെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻ സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഹൈ പ്രോബിലിറ്റി പേപ്പർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇത് ഈ അനാലിസിസിന്റെ ബേസിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചതിന്റെ ബേസിൽ ഇനി വരാൻ കൂടുതൽ ചാൻസസ് ഉള്ള ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. Discuss the business ethics in context of globalization. How is business ethics education incorporated into management curriculum? Explain the key concepts of teleological and deontological ethical systems. How do they help in resolving ethical dilemmas in business? Discuss the 6 elements of ethical navigation wheel with diagram. How does this framework help managers overcome dilemmas? Analyze the relationship between stakeholders and corporate social responsibility support with examples. Describe 4 approaches of business strategy for corporate social responsibility with example 20 marks. Discuss CSR initiatives of any 4 prominent Indian companies. Explain the need and scope of CSR audit. Describe the audit procedure briefly. 7 ക്വസ്റ്റ്യൻസുകളാണ് തന്നിരിക്കുന്നത്. അതിൽ 5 ക്വസ്റ്റ്യൻസുകൾ ആൻസർ ചെയ്യുക. ഇത് ബി ആണ്. ഇതിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എന്ത് കൊടുത്തിട്ടുണ്ട്, 7 ക്വസ്റ്റ്യനുകൾ തന്നിട്ടുണ്ട്. അതിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് 5 ക്വസ്റ്റ്യൻസുകൾ അറ്റംപ്റ്റ് ചെയ്യാനാണ് 20 മാർക്സ് ഈച്ച് വെച്ച്. അപ്പൊ ഇതിന്റെ ആൻസർ ബുക്ക് നമ്മുടെ ആപ്പില് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം ഒരു ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് അതിന് എന്താ പറയാ ആൻസറിലോട്ട് ജമ്പ് ചെയ്യാതെ എങ്ങനെയാണ് നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ആൻസർ പ്രിപ്പയർ ചെയ്യേണ്ടത്. കാരണം നമുക്ക് 20 മാർക്സിനുള്ള കണ്ടന്റ് നമുക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഒരു 26 പേജുള്ള ഒരു ബുക്ക്ലെറ്റ് തരികയാണ്. ആ 26 പേജുള്ള ബുക്ക്ലെറ്റ് നിങ്ങൾ എഴുതി തീർക്കണം. അതാണ് നിങ്ങളൊരു പ്രൈം ടാസ്ക് എന്ന് പറയുന്നത്. കാരണം എന്താ പറയാ, ആ ബുക്ക്ലെറ്റ് എഴുതി കഴിഞ്ഞാൽ തന്നെ, അപ്പൊ ബുക്ക്ലെറ്റ് എഴുതണമെങ്കിൽ നിങ്ങൾ നേരിട്ട് ആൻസറിലോട്ട് ജമ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 20 മാർക്സിനൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5 പുറമൊക്കെ നമുക്ക് എഴുതാം. അപ്പൊ ഈ 5 പുറമെ എഴുതുമ്പോൾ അതായത് 26 പുറമുള്ള ഒരു ബുക്ക്ലെറ്റ് ആണ് നിങ്ങൾക്ക് തരുന്നത്, എക്സ്ട്രാ തരുന്നില്ല. നമുക്ക് 5 പുറത്ത് നമ്മൾക്ക് എഴുതാം. നേരിട്ട് ആൻസറിലോട്ട് ജമ്പ് ചെയ്ത് നമുക്ക് 5 പുറത്തിലോട്ട് ഉണ്ടാവില്ല. ഇത് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. ഒരു ഇൻട്രോ പാർട്ട് വേണം, ഒരു ബോഡി പാർട്ട് വേണം, ഒരു കൺക്ലൂഡ് പാർട്ട് വേണം. അതായത് ഒരു 500 to 600 വേർഡ്സ് നമ്മൾ എഴുതണം. ഇൻട്രോ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കീ കോൺസെപ്റ്റുകൾ ഡിഫൈൻ ചെയ്യുക. എന്തുകൊണ്ടാണ് ഇതിലേക്ക് കിടക്കുന്നതിനേക്കാളും മുമ്പ് എന്താണ് ഇതിനുള്ള പ്രാധാന്യം എന്നൊക്കെ പറയാം. പിന്നീട് കറക്റ്റ് എക്സാക്ട് ആയിട്ടുള്ള ബോഡിയിലോട്ട് പാർട്ടിലോട്ട് കിടക്കുക. നമ്മുടെ SLM ഉപയോഗിച്ചിട്ട് എക്സാമ്പിൾസ് വഴി കോട്ട് ചെയ്തിട്ട് പിന്നീട് നമ്മളത് എന്ത് ചെയ്യുക, ഒന്ന് കൺക്ലൂഡ് ചെയ്യുക. ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ സ്ട്രക്ചറിൽ തിയറി ആൻഡ് ഡിസ്കഷൻ ആൻസേഴ്സ്, തിയറി ബേസ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ ആണെങ്കിൽ ഡിഫൈൻ ദ തിയറി ക്ലിയർലി. തിയറി ഡിഫൈൻ ചെയ്യാൻ നോക്കുക. ഹൂ, വെൻ, വാട്ട്, ഇതിനൊക്കെ നമ്മൾ ആൻസർ കൊടുക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ തിയറി ഡിഫൈൻ ചെയ്യേണ്ടത്. എക്സ്പ്ലെയിൻ കോർ കോമ്പോണന്റ് ഓർ സ്റ്റേജസ് യൂസിങ് SLM ടെർമിനോളജി. ഡിസ്കസ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഫോർ മാനേജേഴ്സിന് ഇതിന്റെ എത്രമാത്രം പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എവിടെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. അഡ്രസ് ലിമിറ്റേഷൻ ഓർ ക്രിറ്റിസിസം, എന്തെങ്കിലും അതിന്റെ ലിമിറ്റേഷൻ ഉണ്ടോ, എന്തെങ്കിലും തിയറിയാണ് ചോദിച്ചിരിക്കണമെങ്കിൽ ആ തിയറിക്ക് എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടോ, എന്തെങ്കിലും അതിന് നേരിടുന്ന ക്രിറ്റിസിസംസ് ഉണ്ടോ. അതേപോലെ തന്നെ ഈ തിയറിക്ക് ഇപ്പോഴത്തെ മോഡേൺ വേൾഡിലുള്ള പ്രാധാന്യം എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മൾ എഴുതാൻ നോക്കുക. നമ്മളോട് പിന്നെ അതേപോലെ നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഡിസ്കസ് എനി ടൈം അങ്ങനെ ഇപ്പൊ പറയാണ്.
ഡിസ്കസ് CSR, അല്ലെങ്കിൽ ഡിസ്കസ് വാട്ട് ഈസ് മെൻ ബൈ ബിസിനസ് എത്തിക്സ് ആൻഡ് CSR, അല്ലെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ് ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വരികയാണെങ്കിൽ നമ്മള് അത് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നോക്കുക. അതിന്റെ പ്രോസും കോൺസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ എഴുതാൻ നോക്കുക. എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, നമുക്ക് കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ പോസിറ്റീവ് സൈഡും ഉണ്ടാവും, നെഗറ്റീവ് സൈഡും ഉണ്ടാവും. അപ്പോൾ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറഞ്ഞാൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു രീതിയിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ നോക്കുക. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഡെപ്ത് ആയിട്ട് നിങ്ങൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ നെവർ ടേക്ക് എൻ എക്സ്ട്രീം പൊസിഷൻ, ഡിസ്കസ് ആൻസേഴ്സ്, എക്നോളജ്. അതായത് ഇപ്പോ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ കയറി പറയാണ് ഇതാണ് ശരി അല്ലെങ്കിൽ തെറ്റ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഡിസ്കഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നമ്മളോട് അതിൽ നിന്ന് നമ്മളുടെ സജഷൻ എടുക്കാനായിട്ട് പറഞ്ഞിട്ടില്ലേ. അപ്പൊ ആ രീതിയിൽ എക്സ്ട്രീം ലെവലിലോട്ട് പോവാതെ എഴുതാനായിട്ട് നോക്കാം. ഇനി ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമ്മുടെ ക്വസ്റ്റ്യൻസോളൊക്കെ വളരെ കെയർഫുള്ളി നമ്മൾ റീഡ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നീട് 30 മിനിറ്റ്സ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസോളും എഴുതാനായിട്ട് നമ്മൾ 30 മിനിറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്യുക, എഴുതാനായിട്ട് നോക്കുക ഓരോ ക്വസ്റ്റ്യൻസോളിനും വേണ്ടിയിട്ട്. 6 മിനിറ്റ് നമ്മൾ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻസോളൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നീട് നമുക്കൊരു 15 മിനിറ്റ്സ് നമ്മൾ ഫൈനൽ റിവ്യൂവിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസോളും കറക്റ്റ് അല്ലേ നോക്കുക. ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. എ വെൽ സ്ട്രക്ചേർഡ് 400 വേർഡ് ആൻസർ സ്കോർസ് മോർ ദാൻ എ റാംബ്ലിംഗ് 800 വേർഡ് ആൻസർ. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു 500-600 വേർഡ്സ് വേണമെന്ന് പറഞ്ഞു. പക്ഷെ സംടൈംസ് അല്ലെങ്കിൽ മോസ്റ്റ്ലി നമ്മുടെ ക്വാണ്ടിറ്റിനേക്കാൾ ബേസ് ചെയ്ത് വരുന്നത് ക്വാളിറ്റിയാണ്. നമ്മൾ എങ്ങനെ അത് പ്രസന്റ് ചെയ്യണം എന്നുള്ളതിനും ചിലപ്പോ ഒത്തിരി എഴുതി, പല കുട്ടികളും പറയാറുണ്ട് ഞാൻ ഒത്തിരി എഴുതി എന്നിട്ട് ഞാൻ വിചാരിച്ച മാർക്കില്ല എന്നുള്ളത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ചിലപ്പോൾ വേറെ കുട്ടികളെ വിളിച്ചിട്ട് പറയും ഞാൻ എഴുതിയിരുന്നു പക്ഷെ ഇത്രയും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് മേ ബി ബിക്കോസ് അവരത് പ്രസന്റ് ചെയ്തിട്ടുള്ളതിന്റെ ഡിഫറൻസ് കൊണ്ടായിരിക്കാം. അപ്പൊ നമ്മുടെ പ്രസന്റേഷൻ ക്വാളിറ്റി നമ്മൾ എപ്പോഴും എൻഷുർ ചെയ്യുന്നില്ല, നല്ല വൃത്തിയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് അത് നോക്കുന്ന ആൻസർ നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒറ്റ നോട്ടത്തിൽ തന്നെ ആൾക്ക് മനസ്സിലാവണം ഈ കുട്ടിക്ക് ഇതിനെ കുറിച്ച് നല്ല ക്ലാരിറ്റി ഉണ്ട് എന്ന് അയാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ നീറ്റായിട്ട് എഴുതുക, വളരെ ഒരു വൃത്തിയും ഒരു വിനയും ഇല്ലാതൊക്കെ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ നോക്കുന്നവർക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതേസമയം നിങ്ങൾ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ എന്ത് ചെയ്യും, മൊത്തമായിട്ട് നോക്കാനോ അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ മാർക്ക് തരാനോ ചാൻസസ് വളരെ കൂടുതലാണ്. ഗെറ്റ് ദ ഫുൾ വർക്ക് ആൻസേഴ്സ്. അപ്പോൾ ഇതിന്റെയൊക്കെ ഫുൾ വർക്ക് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് നമ്മുടെ ലാംഗ്വേജ് ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആൻസേഴ്സ് വേണം, എക്സാമിന് ഒന്നുകൂടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലാംഗ്വേജിൽ എത്രയും പെട്ടെന്ന് എൻറോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ സെമസ്റ്റർ ഇത്രയായി, അടുത്ത സെമസ്റ്ററെങ്കിലും ഇതേപോലുള്ള റിസോഴ്സുകൾ നിങ്ങളുടെ മുമ്പിൽ കാലതാമസം കൂടാതെ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എൻറോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് കോൾ ചെയ്യോ വാട്സപ്പ് ചെയ്യോ ചെയ്യാൽ മതി. 7592939616. ഇതാണ് നമ്മുടെ നമ്പർ എന്ന് പറയുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അതിലോട്ട് വിളിക്കുക, കണക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോ ലാംഗ്വേജ് ആപ്പിന്റെ ഉള്ളിൽ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടും. അവിടെ തന്നെ നമുക്ക് മെട്രോ സപ്പോർട്ട് അവൈലബിൾ ആണ്. പിന്നെ ലാംഗ്വേജിന്റെ ആപ്പിന്റെ ഉള്ളിൽ ഒരുപാട് റിസോഴ്സസുകളുണ്ട്. ഇത് മാത്രമല്ല ഒരുപാട് റിസോഴ്സസുകൾ അവൈലബിൾ ആണ് യൂണിറ്റ് വൈസ് പഠിക്കാനായിട്ടൊക്കെ. അപ്പൊ അതിലോട്ട് നിങ്ങൾക്ക് ഒരു ആക്സസ് കിട്ടും വൺസ് നിങ്ങൾ ലാംഗ്വേജിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസിന്റെ ഒരു പാക്ക് തന്നെ നിങ്ങളുടെ ഉണ്ട്. നിങ്ങളുടെ ആവശ്യാനുസരണം നമ്മൾ പ്രിപ്പയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ജോയിൻ ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നമ്പറിലോട്ട് കോൾ ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. 7592939616 ആണ് നമ്മുടെ നമ്പർ. അപ്പോൾ നമ്മുടെ ടീം എത്രയും പെട്ടെന്ന് നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നതായിരിക്കും. നിങ്ങളുടെ ഇനി വരുന്ന എക്സാംസും ഇഗ്നോ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ലാംഗ്വേജ് ഒരുപാട് ഉപകാരപ്പെടും. സോ സമയം നഷ്ടപ്പെടാതിരിക്കുക. ഇപ്പൊ നിങ്ങളുടെ ബിസിനസ് എത്തിക്സ് ആൻഡ് CSRനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ടാവും. അത് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കാനും എക്സാം എഴുതാനും ശ്രദ്ധിക്കുക. നമ്മുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഒരുപാട് വിശ്വസുകൾ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ എക്സാമിന് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ലാംഗ്വേജിന്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് മിനിറ്റിലായാലും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ.
സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ TEE. അപ്പൊ നമ്മുടെ കൂടുതൽ വീഡിയോസിന് അല്ലെങ്കിൽ കൂടുതൽ ഇഗ്നോർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ടൈംലി ബേസിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ലേൺവൈസിന്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യുക, ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ്, യൂട്യൂബ് പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പൊ എക്സാംസ് നല്ല രീതിയിൽ എഴുതാനായിട്ട് സാധിക്കട്ടെ. എക്സാം നല്ല രീതിയിൽ എഴുതാൻ സാധിക്കുകയാണെങ്കിൽ ഈ സെയിം വീഡിയോയുടെ താഴെ വന്നിട്ട് എന്നത് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് നിങ്ങൾ രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.